ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. റവ, കശുവണ്ടി പരിപ്പ്, പഞ്ചസാര, പരിപ്പ്, ഉഴുന്ന്, കടുക്, കിസ്മിസ്, മുളപ്പിച്ച ചെറുപയർ, ഉപ്പ്, ഗ്രേറ്റ് ചെയ്ത കാരറ്റ്, തേങ്ങ, കറിവേപ്പില, സവോള, പച്ചമുളക്, ഇഞ്ചി, നെയ്യ്, വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങളാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്കെന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് റവ വറുത്തെടുക്കണം. ചട്ടി ഒന്ന് ചൂടാട്ടെ. ചട്ടിയിലെ വെള്ളം മുഴുവൻ വറ്റണം. അതിനുശേഷം നമുക്ക് റവ ഇട്ടിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി, വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞ് നന്നായിട്ട് ചൂടായി. നമുക്ക് റവ ഇട്ട് വറക്കാം. റവ ഇട്ടിട്ട് വറക്കാം. ഒരുപാട് ബ്രൗൺ നിറത്ത് വറക്കണ്ട, എന്നാലും അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നോടം വരെ വറക്കണം. റവ ആവശ്യത്തിനായും ഒത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. റവ മാറ്റി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് നെയ്യിൽ കിസ്മിസും കപ്പലണ്ടി പരിപ്പും വറുത്തെടുക്കണം. നമുക്ക് ചീനിച്ചട്ടി ചൂടായി, ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കപ്പലണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിസ്മിസും കൂടെ ഇടണം. കിസ്മിസ് എപ്പോഴും കഴുകിയിട്ട് എടുക്കാവുള്ളൂ, കാരണം അതിനകത്ത് ചെറിയ ചെറിയ മണൽത്തരികളുണ്ടാവും. ഇത് നന്നായിട്ട് മൂത്തു, നമുക്കിത് വാങ്ങി വെക്കാം. ഇനി അടുത്ത ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് സവാള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള വഴത്താം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉപ്പുമാവല്ലേ, കടുകൊക്കെ ഇച്ചിരി നന്നായിട്ട് ഇരുന്നോട്ടെ. ആ വെളുത്തതിനകത്ത് ഇങ്ങനെ കറുത്ത കുത്തു കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. കടുക് പൊട്ടാൻ തുടങ്ങി. പരിപ്പ്, ഒരിത്തിരി പരിപ്പും ഇച്ചിരി ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കണം, അതിന് കരിഞ്ഞു പോകരുത്. ഇതിലോട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മുളപ്പിച്ച ചെറുപയറോട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ദിവസത്തെയാണ്, നമുക്ക് 2 ദിവസത്തെ മുളപ്പിച്ചാണെങ്കിലും ഇടാം. 2 ദിവസമാകുമ്പോൾ നമുക്ക് അതിന് ഗുണം കൂടുതലേ ഉള്ളൂ. ചെറുപയർ മുളപ്പിച്ച് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് ന്യൂട്രീഷൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ചെറുപയറൊന്നും കഴിക്കുന്നൊന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ കഴിക്കും. ചെറുപയർ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് നല്ല വൃത്തിയിൽ കഴുകി വാരി ഒരു പാത്രത്തിൽ ഒന്നെങ്കിൽ തുണിക്കകത്ത് ടൈറ്റാക്കി കെട്ടി വെക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിലെടുത്തിട്ട് മേലെ എയർ കയറുന്ന വിധത്തിൽ ഒരു പാത്രം അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ലപോലെ അതിൻ്റെ റൂട്ട് വരാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. ചെറുപയർ ഇട്ടൊന്ന് ഇളക്കി ഇതിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ച് ഉപ്പ്
കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. കുറച്ചിട്ടാൽ മതി, ഒരു സ്പൂണോളം ഇട്ടാൽ മതി, ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. അത് അതിലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമ്മൾ ക്യാരറ്റ്, ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതെല്ലാം കൂടെ നിന്ന് തിളയ്ക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചു. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ തിളച്ചിട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണം. പിന്നെ റവ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് നോക്കാൻ പറ്റത്തില്ലല്ലോ. തേങ്ങ ഇട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഉപ്പ് ലേശം കുറവാണ്, കാരണം സൂചി ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് മുന്നോട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഉപ്പിട്ടു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് കരിവേപ്പിലോട് ഇട്ടു. ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച കിസ്മിസും കപ്പലണ്ടിപ്പരിപ്പും ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതെന്തിനാണ് ഇപ്പോൾ ഇടുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇടാതെ ഇപ്പോൾ ഇടുന്നത് വെച്ചാൽ, നേരത്തെ ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് കിസ്മിസും കപ്പലണ്ടിപ്പരിപ്പും എല്ലാം വെന്ത് പോകും. ഇപ്പോൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ക്രിസ്പായിട്ട് അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സൂചി കൂടി ഇട്ട് കൊടുക്കുകയാണ്. സൂചി കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നെയ്യൊക്കെ ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ആ നെയ്യുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കില്ല. അവസാനം ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുമ്പോൾ ആ നെയ്യുടെ ആ ടേസ്റ്റൊക്കെ നമുക്ക് ശരിക്കും കിട്ടും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഉപ്പുമാവ് റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്തു വെക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഒരു കളർഫുള്ളായ ഉപ്പുമാവല്ലേ ഇത്? പച്ച നിറമുണ്ട്, നല്ല ഓറഞ്ച് നിറം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അധികമൊന്നുമില്ല, നമ്മളൊരു കരിവേപ്പില മാത്രം വെച്ച് കൊടുക്കുന്നു. 2 തണ്ട് കരിവേപ്പില. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടവും പ്രോട്ടീൻ സമ്പന്നവുമായൊരു ഉപ്പുമാവാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായ ഒരു റെസിപ്പി തന്നെയാണിത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും അടുത്തൊരു റെസിപ്പിയായി വരുന്നോടം വരെ ബൈ.